ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മീൻ പിടിച്ചാലോ. മീൻ എങ്ങനെ എളുപ്പത്തിൽ പിടിക്കാമെന്ന് നമുക്ക് നോക്കാം. കുളത്തിലൊക്കെ ഉള്ള മീനൊക്കെ ആകുമ്പോൾ നമ്മൾ വളത്തിനാകുമ്പോൾ അങ്ങനെ കുടുങ്ങൂല, പ്രത്യേകിച്ച് ചൂണ്ടലൊന്നും കുടുങ്ങൂല. അപ്പോൾ നമുക്ക് വല വെച്ചിട്ട് എങ്ങനെ പിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ PVC പൈപ്പും പിന്നെ സാധാ ഏതെങ്കിലും വല കിട്ടിയാൽ മതി. ആ വലയും വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു കുടുക്കുണ്ടാക്കാം. കണ്ടില്ല, PVC പൈപ്പ് ഞാനിങ്ങനെ അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി അങ്ങനെ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ നൂൽക്കമ്പി ചൂടാക്കിയിട്ട് കെട്ടിയതാണ്. അതിൽ നമ്മൾ വല വെച്ച് കെട്ടിയിട്ടുണ്ട്. വലേൻ്റെ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗം നമ്മളിങ്ങനെ റൗണ്ടായിട്ട് പുറത്തു കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒരു കയറിട്ടിട്ട് ഇങ്ങനെ കെട്ടാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. മീൻ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തീറ്റ വെച്ച് കൊടുക്കാനൊക്കെ ഇതിലൂടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ വല. അപ്പോൾ മീൻ കുടുങ്ങണമെങ്കിൽ നമുക്ക് തീറ്റ വെച്ച് കൊടുക്കണം. നമുക്ക് ചോറോ മൈദയൊക്കെ ആണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, വേഗം കൊടുങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വലയുടെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കമ്പി കോർത്തിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ച് കെട്ടിയേക്കാണ് കേട്ടോ. മറ്റേ ഭാഗം അതിൽ കൂടെ പുറത്തു കൂടെ കറക്കിയെടുത്ത് ഇപ്പുറത്ത് കയർ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം അടച്ചു കൊടുക്കാം. മീനല്ലേ ഇതിൽ കൂടെ പുറത്തേക്ക് പോകും അല്ലേ. അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും വലയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കുളം. നമുക്കപ്പോൾ മീൻ കിട്ടുമെന്ന് നോക്കാം. വലയിട്ട് വെച്ച് നോക്കാം. അപ്പോൾ PVC പൈപ്പ് ആയതുകൊണ്ടാണ് മെല്ലെ മെല്ലെയാണ് മുങ്ങുന്നത്. പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം കയറണം. അപ്പോൾ അത് മെല്ലെ താണു പോയിക്കോളും. അപ്പോൾ നമുക്കിവിടെ എത്തിയിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, എന്നാലാണ് മീൻ കൊടുങ്ങുള്ളൂ. അപ്പോൾ കിട്ടിയത് വാഴപ്പാറിൽ തന്നെ കേട്ടോ. അപ്പോൾ മീൻ ഇതിലൂടെ കയറിയിട്ടാണ് കുടുങ്ങുക. അപ്പോൾ ആദ്യ ശ്രമം പാളി. നമുക്കിനി ഒന്നുകൂടി ഇട്ട് നോക്കാം. ഒന്നാമത് മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കലക്കലൊക്കെ ഉള്ളതുകൊണ്ട് മീന് തീറ്റ ഒന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊരു കാരണമാണ് മീൻ കിട്ടാത്തത്. പിന്നെയുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത മഴ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, നല്ല മഴയാണ്. അപ്പുറം ചെറിയൊരു അരുവിയുണ്ട്. അപ്പോൾ അവിടെ നല്ല സൗണ്ട് വരുന്നുണ്ട്. അത് നല്ല പോയി നോക്കാം. നല്ല വെള്ളം ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല വെള്ളമാണ്. കണ്ടില്ലേ, കുറേ കല്ലൊക്കെ ഒഴുകി വന്നിട്ടുണ്ട്. അപ്പം മഴയൊന്ന് തോർന്നിട്ടുണ്ട്. മീൻ കുഞ്ഞുങ്ങളൊക്കെ പൊന്തി വരുന്നുണ്ട്. ചെറിയ വെയിലൊക്കെ തെളിയുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി നോക്കാം വല്ലതും കുടുങ്ങുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരാളെയാണ് കിട്ടിയിട്ടുള്ളത്. കളർ മീനാണ്. പണ്ട് ഒരു 20-25 മീനുകൾ ഇട്ടിരുന്നു. അപ്പോൾ അതുങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രൂപമാറ്റം വന്നിട്ട് കുറച്ച് വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ മീനുകളായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ശ്രമത്തിൽ നമുക്ക് മീൻ വലുതിന് കുടുങ്ങിയിട്ടില്ല.
എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. നമ്മുടെ വല കറക്റ്റായില്ലയോ എന്നൊരു സംശയമുണ്ട്. വല ഞാൻ ഉള്ളിലേക്ക് വലിച്ച് കെട്ടിയതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അത് അധികം ഉള്ളിലേക്കായി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു മാറ്റോടെ ഒന്ന് വരുത്തി നോക്കാം. അപ്പോൾ അത്രയും ഉള്ളിലേക്ക് തള്ളി നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ടേക്ക് കമ്പി ലൂസാക്കിയിട്ട് വലയൊന്ന് വലിച്ച് കെട്ടേണ്ടി വരും. നമുക്കൊരു മാറ്റോടെ വരുത്താം. ഞാൻ ഈ മീൻ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ചേമ്പലുള്ളത് ചേമ്പലിലിടാം. അപ്പോൾ നമുക്ക് ആദ്യം കുടുങ്ങിയ വലിയ മീനാണ് കാണുന്നത്. ബാക്കിയൊക്കെ ചെറുതാണ്, പിന്നീട് കുടുങ്ങിയതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വലയ്ക്ക് ചെറിയൊരു വ്യത്യാസം കൂടി ഞാൻ വരുത്തി. വലേൻ്റെ വട്ടം കുറച്ച് കൂട്ടി അവിടെ കമ്പിയാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ കുപ്പിയുടെ കഷ്ണം വെച്ചിട്ട്, പെപ്സി കുപ്പിയാണ്, 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പോൾ കുപ്പീൻ്റെ തല മുറിച്ച് കളഞ്ഞിട്ട് ആ ഭാഗം കീറിയിട്ട് ഒരു ലോക്ക് പോലെ ആക്കിയിട്ട് അങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചും കൂടെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മീൻ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ പോവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ശ്രമത്തിലും കൂടി നോക്കി നോക്കാം. കണ്ടിട്ട് ഇതേപോലെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറായി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി പോയി നോക്കാം, കിട്ടുമെന്ന് നോക്കാം. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ. നോക്കാം നമുക്ക്. പ്രതീക്ഷിച്ച പോലെ പരലൊന്നല്ല, ഫിലോപ്പിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ട്. നമുക്കൊരു 8 മീനെ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം വട്ടോനായിപ്പോയി കേട്ടോ. പിന്നെയുള്ളത് ഫിലോപ്പിയും. വലേൻ്റെ കെട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ബക്കറ്റിലേക്കിടാം. അപ്പോൾ നമുക്ക് മീൻ നന്നാക്കി നമുക്ക് പൊരിച്ചെടുത്താലോ. അപ്പോൾ ആദ്യം നല്ല മീനിൻ്റെ ചെതുമ്പലൊക്കെ നല്ലോണം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വാലും ചിലതൊക്കെ വെട്ടി നമുക്ക് വൃത്തിയാക്കാം. നന്നായി ഉപ്പിട്ട് നമുക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ കുരുമുളക്, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല നല്ലോണം തേച്ച് വയ്ക്കാം. മസാല നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്ക് ചട്ടിയൊക്കെ ചൂടാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം പൊരിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മായവും ഇല്ലാത്ത നല്ല അടിപൊളി മീൻ ഇവിടെ പൊരിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തരാം കേട്ടോ. മറ്റൊരു പുതിയ കിടലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.